ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനിലെ 27ാം രാവിൽ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിൽ ആയിരങ്ങൾ പങ്കുചേർന്ന ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാ സംഗമവും ഇഫ്താർ വിരുന്നും നടന്നു. റംസാൻ മാസത്തിലെ അതിപാവനമായ 27ാം രാവിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനകളാൽ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദ് സജീവമായി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുണ്യം തേടി ഇവിടെ ഒത്തുചേർന്നത്. പള്ളി അങ്കണത്തിൽ നടന്ന ഖബർ സിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ജുമാ മസ്ജിദ് ഇമാം സൈഫുദ്ദീൻ നുസ്രി സഹദി വെളിയങ്കോട് നേതൃത്വം നൽകി. വളരെയേറെ ധന്യമായ വിശുദ്ധമായ റമദാനിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഉള്ളത്. എന്തുകൊണ്ടും ലൈലത്തുൽ ഖദറിനെ ഏറെ പ്രതീക്ഷിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന 27ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. വെട്ടിക്കാട്ടിരി മഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടുകൂടെ തന്നെ ഈ മഹൽ നിവാസികൾ 27ാം രാവിനെ ഇബാദത്തുകളെ കൊണ്ടും ഖബർ സിയാറത്തുകളെ കൊണ്ടും മറ്റ് ദിക്ർ ദുആ മജ്ലിസുകളെ കൊണ്ടൊക്കെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ദിവസം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടേണ്ടത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് 27ാം രാവിനാണ്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ ലൈലത്തുൽ ഖദറിനെ പരാമർശിക്കുന്ന ഒരു സൂറത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ 3 തവണയാണ് ലൈലത്തുൽ ഖദർ എന്ന പദം ആവർത്തിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ലൈലത്തുൽ ഖദർ എന്ന ആ പദത്തിൽ പ്രയോഗത്തിൽ 9 ഹർഫുകളാണുള്ളത്. ആ 9 അക്ഷരങ്ങൾ 3 തവണ ആവർത്തിക്കുമ്പോൾ അത് മൾട്ടിപ്പിൾ ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് 27 അതിനെ ടോട്ടലായി കിട്ടുന്നത്. അങ്ങനെ കണക്കുകൂട്ടിയും അല്ലാതെയും ഒരുപാട് പണ്ഡിതന്മാർ 27ാം രാവ് ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാത്രിയാണ് എന്ന് പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ ദിവസത്തെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ആരാധനാലയമായ ഇവിടെ 27ാം രാവിനോടനുബന്ധിച്ച് വിപുലമായ ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു. കേന്ദ്ര ജമാഅത്ത് ഭാരവാഹികളായ മുത്തവല്ലി വാപ്പുട്ടി, എൻ എ ഇബ്രാഹിം, PM സെയ്ദലവി ഹാജി എന്നിവർ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ ചെറിയ പെരുന്നാൾ വെള്ളിയാഴ്ച എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം. ന്യൂസ് ഡെസ്ക് CCV.